മലേഷ്യയിൽ നിന്നും തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് വിമാനമിറങ്ങിയ ശേഷം കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടിയാണ് ഈ മറ്റു കുടുംബാംഗങ്ങൾ തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് പോയത്. അതിനുശേഷം അനുവിനെ തിരികെ കൂട്ടിക്കൊണ്ടുവരുമ്പോഴാണ് ഈ ദാരുണമായിട്ടുള്ള അപകടം സംഭവിച്ചത്. അനുവിൻ്റെ ഭർത്താവ് അഖിലും ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നു. ഇരുവരുടെയും പിതാക്കന്മാരാണ് വാഹനത്തിലുണ്ടായിരുന്നത്. ഈ 4 പേർക്കും ജീവൻ നഷ്ടമായിരിക്കുന്നു. ഏതായാലും കോന്നി താലൂക്ക് ആശുപത്രിയിൽ ഇപ്പോൾ മൃതദേഹങ്ങളുണ്ട്. ബാക്കി മേൽ നടപടികൾ പോലീസിന്റെ സാന്നിധ്യത്തിൽ നടത്തും. ഇപ്പോൾ സംഭവ സ്ഥലത്ത് അധികൃതരെത്തി പരിശോധന നടത്തുകയാണ്. അപകടത്തിനിടയാക്കിയ സാഹചര്യം എന്താണ് എന്ന് സംബന്ധിച്ച് വിവരങ്ങൾ എന്തെങ്കിലും ലഭിക്കുന്നുണ്ടോ പ്രവീൺ? നാട്ടുകാരിൽ നിന്ന് പ്രാഥമികമായി നമുക്ക് അറിയാൻ കഴിയുന്നത് ഈ ഭാഗത്ത് പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിൽ അപകടങ്ങൾ സ്ഥിരമാണ് എന്നുള്ളതാണ്. ഒന്ന്, റോഡിൻ്റെ ഉന്നത നിലവാരം. മറ്റൊന്ന്, പല വളവുകളും നിവർത്താതെയാണ് ഈ റോഡിൻ്റെ നിർമ്മാണം പൂർണ്ണമായി നടത്തിയതെന്നൊരു പരാതി കൂടി പ്രദേശവാസികൾക്കുണ്ട്. നേരത്തെയും കോന്നിക്കും കൂടലിനുമിടയിൽ പത്തനാപുരത്തിനുമിടയിൽ നിരവധി വാഹനാപകടങ്ങൾ സംഭവിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം ഒരു KSRTC ബസ്സും ആംബുലൻസും തമ്മിൽ കൂട്ടിയിടിച്ചിരുന്നു. ആംബുലൻസിലുണ്ടായിരുന്ന രോഗി ഉൾപ്പെടെയുള്ള ആളുകൾക്ക് പരിക്ക് ഏറ്റിരുന്നു. ഇപ്പോൾ ഈ അപകടത്തിൽ കാറിൻ്റെ മുൻവശം പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. നേരത്തെ ഞാൻ ഈ പറഞ്ഞ അപകടത്തിൽ ആംബുലൻസും KSRTC ബസ്സും കൂട്ടിയിടിക്കുകയായിരുന്നു. അവിടെ വളവുകൾ പലയിടങ്ങളിലും നിവർത്താതെയാണ് റോഡ് ഉന്നത നിലവാരത്തിൽ നിർമ്മിച്ചിരിക്കുന്നത് എന്നൊരു പരാതി കൂടി ഉയർന്നിരുന്നു. അത് നേരത്തെ തന്നെ ഈ സ്ഥലമെടുപ്പ് സംബന്ധിച്ചുള്ള തർക്കങ്ങളൊക്കെ നേരത്തെ തന്നെ ഈ പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാത, അത് പ്ലാച്ചേരി മുതൽ പുനലൂർ വരെ ഉള്ള ഭാഗങ്ങളിൽ നിർമ്മാണം സംബന്ധിച്ച് നേരത്തെ തന്നെ പരാതികൾ ഉയർന്നിരുന്നു. ചില ആളുകളുടെയൊക്കെ താല്പര്യപ്രകാരം, ഇടപെടൽ പ്രകാരം പലയിടങ്ങളിൽ നിന്നും റോഡിൻ്റെ ഈ വളവുകൾ നിവർത്തുന്ന ഭാഗങ്ങളിൽ അത് നിവർത്താതെ തന്നെ അലൈൻമെൻറ്റിൽ മാറ്റം വരുത്തിയൊക്കെ നിർമ്മാണം നടത്തിയെന്നൊരു പരാതിയൊക്കെ നേരത്തെ തന്നെ ഉയർന്നിരുന്നു. ഏതായാലും പ്രദേശവാസികൾക്കെല്ലാം ഇങ്ങനെ തുടർച്ചയായിട്ട് അപകടങ്ങൾ സംഭവിക്കുന്നില്ല. പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിൽ പത്തനംതിട്ടയ്ക്കും പുനലൂരിനുമിടയിൽ, പത്തനാപുരത്തിനുമിടയിൽ ഇങ്ങനെ അപകടങ്ങൾ സംഭവിക്കുന്നതിൽ നിരവധി പരാതിയുണ്ട്. അത് അധികൃതരുടെ ഭാഗത്തേക്ക് ആ പരാതികളൊക്കെ ചെന്നിരുന്നു. പക്ഷേ അതിനൊരു പരിഹാരം ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് നാട്ടുകാർ പറയുന്നത്. ഇപ്പോഴും ഈ അപകടത്തെ തുടർന്നും നാട്ടുകാരുടെ വലിയ പരാതി ഉയർന്നിട്ടുണ്ട്. റോഡിൻ്റെ നിർമ്മാണത്തിലെ അശാസ്ത്രീയത എന്നൊക്കെ പരാതികൾ ഉയർന്നിട്ടുണ്ട്. ഇനി ഏതായാലും ഈ അപകടം സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം നടക്കേണ്ടിയിരിക്കുന്നു. എങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചത്? വാഹനങ്ങളുടെ അമിത വേഗതയാണോ അതോ മറ്റെന്തെങ്കിലും യന്ത്രത്തകരാറുകളാണോ എന്നത് സംബന്ധിച്ചൊക്കെ പരിശോധനയിലേക്ക് ഇനി കാര്യങ്ങൾ പോകേണ്ടതുണ്ട്. ഏതായാലും 4 കാർ യാത്രികർക്ക്, കുടുംബാംഗങ്ങളായിട്ടുള്ള 4 കാർ യാത്രികർക്കാണ് ഇപ്പോൾ അപകടം സംഭവിച്ചിരിക്കുന്നത്. അവർക്ക് 4 പേരുടെയും ജീവൻ നഷ്ടപ്പെട്ട ഒരവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. കാർ വെട്ടിപ്പൊളിച്ചാണ് ഇവരെ പുറത്തെടുത്തത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാറിൻ്റെ മുൻവശം പൂർണ്ണമായും തകർന്നു. എൻജിൻ ഭാഗം പൂർണ്ണമായും അകത്തേക്ക് ഇടിച്ചു കയറി ഉള്ള അവസ്ഥയിലാണ്. അങ്ങനെയാണ് ഈ 4 മരണം സംഭവിച്ചത്. 3 മരണം സ്പോട്ടിൽ തന്നെ സംഭവിച്ചു എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഏതായാലും ഈ 4 പേരെയും താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും അവരുടെ ജീവൻ രക്ഷിക്കാനായിട്ടുള്ള പത്തനംതിട്ട സ്വദേശികളായിട്ടുള്ള 4 പേരുടെ ജീവനാണ് ഈ കോന്നി മുറിഞ്ഞകല്ലിൽ സംഭവിച്ച ഈ അപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്ന വെള്ള സ്വിഫ്റ്റ് ഡിസയർ കാറാണ് അപകടത്തിൽപ്പെട്ടത്. ആ കാറിൻ്റെ മുൻവശം പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. ബസ്സിൻ്റെ വലതുവശത്തേക്കാണ് കാർ ഇടിച്ച് കയറിയിരിക്കുന്നത്. കോന്നി മല്ലശ്ശേരി സ്വദേശികളായിട്ടുള്ള 4 പേര്. ഇത് മലേഷ്യയിൽ ജോലിയുള്ള മകളെ കൂട്ടിക്കൊണ്ടുവരുന്നതിനായി എയർപോർട്ടിലേക്ക് പോവുകയായിരുന്നു. അനുവിൻ്റെ ഭർത്താവ് നിഖിലും ഒപ്പം തന്നെ ഇരുവരുടെയും പിതാക്കന്മാരും ഈ കാറിൽ ഉണ്ടായിരുന്നു. അങ്ങനെ തിരികെ അനുവിനെ എയർപോർട്ടിൽ നിന്നും കാറിൽ അവർ എത്തിയ വിമാനത്താവളത്തിൽ ഇറങ്ങിയതിന് ശേഷം ഇവർ വീട്ടിലേക്ക് മടങ്ങി വരികയാണ്.